അത് എന്റെ വകയിലുള്ള തഫ്സീറല്ല. നേരത്തെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞില്ലേ, ആർക്കാണ് ഇവിടെ ഖുർആനിന് സ്വന്തം വ്യാഖ്യാനം പറയാൻ അധികാരം? ഇമാം റാസി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞ തഫ്സീർ നോക്കിയാണ് ഞാൻ പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ചെറുപ്പക്കാരെ, നിങ്ങൾ ഒരിക്കലും പെട്ടുപോകണ്ട. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഭീകര പ്രവർത്തനം ജിഹാദാണെന്ന് പറഞ്ഞ് ജിഹാദിന്റെ പ്രതിഫലമുണ്ട്, ബദരീങ്ങളെ പ്രതിഫലമുണ്ട്, ഉഹദീങ്ങളെ പ്രതിഫലമുണ്ട്, നമ്മളെ ഭീകര പ്രവർത്തനത്തിന് പോയാൽ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്ലാസ് എടുത്തു തരുന്ന മുറിമൊല്ലമാരുണ്ടെങ്കിൽ ആ മുറിമൊല്ലമാരുടെ ദുർവ്യാഖ്യാനം കേട്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു പറയുന്നു, വയസ്ഔന ഫിൽ അർളി ഫസാദൻ, ഭൂമിയിൽ ഫസാദുമായി നടക്കുന്നവർ, നാശവുമായി നടക്കുന്നവർ. ഇത് പറയുമ്പോ ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് പ്രചോദനം നൽകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് വേണമെങ്കിൽ പറയും, അതൊക്കെ ഇസ്ലാമിന്റെ വിരോധികളായ ശത്രുക്കളായ മുസ്ലിം സഹോദരന്മാരെ പറ്റി പറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറയും. അതുകൊണ്ട് തന്നെ കേട്ടോളൂ, ഇമാം റാസി അതിൽ തഫ്സീർ പറയുന്നത്, യതനാവലു കുല്ല മൻ കാന മൗസൂഫൻ ബിഹാദിഹി സിഫതി സവാഉൻ കാന കാഫിറൻ ഔ മുസ്ലിമൻ. ഈ ഭീകര പ്രവർത്തനവുമായി പോകുന്നവൻ അവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നിവിടെ നോട്ടമില്ല. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, നാശം വിതക്കുന്ന പ്രവർത്തനവുമായി, ആളുകളെ വധിക്കുന്ന പ്രവർത്തനങ്ങളുമായി, ഭീകര പ്രവർത്തനങ്ങളുമായി പോകുന്ന എല്ലാവർക്കും ഈ പറഞ്ഞത് ബാധകമാണ്. എന്നാൽ അവരാരാണ്? അവർ ഭീകര പ്രവർത്തനത്തിന് സംഘടിക്കുന്നവരാണ്. അതും ഞാൻ എന്റെ വകയിൽ പറയുകയല്ല, കേട്ടോളൂ. അൽ മുഹാരിബൂന അൽ മദ്കൂറൂന ഫീ ഹാദിഹിൽ ആയതി ഹുമുൽ ഖൗമുൽ ലദീന യജ്തമിഊന വലഹും മനഅത്തും മിമ്മൻ അറാദഹും ബിസബബി അന്നഹും യഹ്മി ബഅ്ദുഹും ബഅ്ദാ. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിൽ പറയുന്ന കക്ഷികൾ സംഘടിക്കുന്ന ഒരു വിഭാഗമാണ്, സംഘടിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. വലഹും മനഅത്തും മിമ്മൻ അറാദഹും ബിസബബി അന്നഹും യഹ്മി ബഅ്ദുഹും ബഅ്ദാ. അവരിൽപ്പെട്ട ഒരുത്തനെ ആരെങ്കിലും കൈവച്ചാൽ, ഒരുത്തനെ ആരെങ്കിലും വിമർശിച്ചാൽ, ആരെങ്കിലും ഒരുത്തനെ വല്ലതും ചെയ്താൽ എല്ലാവരും കൂടി മറ്റുള്ളവരും കൂടി സംഘടിച്ചവനെ എതിർക്കും. അങ്ങനെ സംഘടിച്ചുകൊണ്ട് ഫസാദ് ഉണ്ടാക്കുന്ന കക്ഷികളെ കുറിച്ചാണ് ഇത് പറയുന്നത്. അങ്ങനെ സംഘടിച്ചുകൊണ്ട് നിരപരാധികളെ കൊല്ലുന്ന, സംഘടിച്ചുകൊണ്ട് നാട്ടിൽ നാശമുണ്ടാക്കുന്ന കക്ഷികൾ, ആ കക്ഷികളെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ് പറയുന്നത് കണ്ടോ. ഇനി അവിടെയും തെറ്റിദ്ധരിക്കണ്ട. ഇബാറത്തുൽ ഇമാം റാസി വയഖ്സുദൂനൽ മുസ്ലിമീന ഫീ അർവാഹിഹിം വദിമാഇഹിം എന്ന് പറയുന്നുണ്ട്. അത് കാണിച്ചിട്ട് ഏതെങ്കിലും മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. അവിടുത്തെ മുസ്ലിമീൻ എന്നതുകൊണ്ട് ഉദ്ദേശം ആമായ മുസ്ലിമാണ്. അതായത് ഒരു ഭരണകൂടത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന കക്ഷികൾ, അവർ മുസ്ലിങ്ങളാകട്ടെ, മുസ്ലിം ഭരണത്തിന് കീഴിൽ സുരക്ഷിതമായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ, അമാനത്ത് കൊടുത്തവരോ ദിമ്മത്ത് കൊടുത്തവരോ ആയ ഏത് കക്ഷികളാകട്ടെ, അവരൊക്കെയും അതിൽപ്പെടുന്നതാണ്. അവരുടെ ആത്മാവിലോ രക്തത്തിലോ ആര് അക്രമം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടോ അത്തരം കക്ഷികൾ, അവരെ പറ്റി തെറ്റിദ്ധരിച്ചു പോകണ്ട. അത് വേറെ ഏതെങ്കിലും ഒരു വഴിക്കിരുന്ന് കവർച്ചക്കാരായി ഒരു വഴിയിൽ ഇരുന്നാൽ മാത്രമേ അവർക്കത് ബാധകമാകൂ എന്നും തെറ്റിദ്ധരിക്കണ്ട. വത്തഫഖു അലാ അന്ന ഹാദിഹിൽ ഹാലത ഇദാ ഹസലത് ഫി الصحراء كانوا قطاع الطريق فاما لو حصلت في نفس البلده فقال الشافعي رحمه الله انه يكون ايضا ساعيا في الارض بالفساد ويقام عليه هذا الحد. റാസി 2221 കാണാം. വഴിയാത്ര പോകുന്ന സമയത്ത് വഴിക്ക് തടഞ്ഞു വെച്ച് ജനങ്ങളെ വധിച്ച് സ്വത്തുക്കൾ അപഹരിക്കുന്ന കവർച്ചക്കാർക്ക് മാത്രം ബാധകമല്ല. നാട്ടിൽ തന്നെ ജനങ്ങളുടെ കൂടെ ഇടപഴകി ജീവിക്കുമ്പോൾ സംഘടിച്ചുകൊണ്ട് അതാ നിരപരാധികളെ വധിക്കുകയും നിരപരാധികളുടെ സ്വത്തുക്കൾ എടുക്കുകയും ചെയ്യുന്ന മുസ്ലിമോ അമുസ്ലിമോ ആയ ഏത് സംഘടനാ കക്ഷികൾക്കും ഇത് ബാധകമാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറിൽ വിവരിക്കുകയാണ്. എന്താ പറയുന്നത്? അത്തരം കക്ഷികൾക്ക് ആഖിറത്തിൽ വലിയ ശിക്ഷയുണ്ടെന്നതിന് പുറമെ ആ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്ക്, ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് പാരത്രിക ലോകത്ത് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ഇസ്ലാമിക കോടതി അവർക്ക് എന്ത് ശിക്ഷ വിധിക്കണം? ഖുർആൻ പറയുകയാണ്, അയ്യുഖത്തലൂ ഔ യുസല്ലബൂ ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ്. അവരെ കൊല്ലപ്പെടുക, അവരെ കുരിശിൽ തറിക്കപ്പെടുക, അവരുടെ ഒരു കൈയും ഒരു കാലും വെട്ടിമാറ്റുക, ഔ യുൻഫൗ മിനൽ അർദ്, അല്ലെങ്കിൽ അവരെ നാടിൽ നിന്ന് തന്നെ അവരെ പൊക്കിപ്പോവുക.
അഥവാ ഒന്നുകിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടോ നാട് കടത്തിക്കൊണ്ടോ, പല തഫ്സീറുകളുമുണ്ട്. അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ വേണ്ടി ഗവൺമെന്റ് അവരെ കണ്ടെത്തണമെന്ന് എല്ലാവർക്കും വിവരം കൊടുത്തിട്ട് ഒരു നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത നിലക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലോ അവരായിത്തീരണം എന്ന് വരെ ഖുർആൻ പറഞ്ഞിട്ട് പറയാണ്, ദാലിക ലഹും ഖിസ്യുൻ ഫിദ്ദുനിയ. നിരപരാധികളെ വധിക്കുന്ന, നിരപരാധികളെ ആക്രമിക്കുന്ന, നിരപരാധികളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്ന കക്ഷികൾക്ക് ഈ ഭൗതിക ലോകത്ത് നിസ്സാരതയുടെ ശിക്ഷയാണ്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അവർക്ക് ഭയങ്കരമായ ശിക്ഷ പാരത്രിക ലോകത്തും ഉണ്ടേ നബിയേ. ഇവിടുത്തെ ഈ ശിക്ഷ കൊണ്ട് മാത്രം നിർത്തുന്നില്ല, ഇവിടുത്തെ ഈ ശിക്ഷ കൊണ്ട് മാത്രം നിർത്തുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇവിടെയാണ് സഹോദരന്മാരെ, ഈ ആയത്താണ് നിങ്ങൾ ശാഫഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥം തുഹ്ഫ, ആ തുഹ്ഫ നിങ്ങൾ ബാബു ഖാതിഇ ത്വരീഖ് എന്ന അധ്യായം എടുത്തു നോക്കൂ. അതിൽ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു എന്ന ആയത്താണ് അവരുടെ പേരിൽ ഈ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നതിന് തെളിവെന്ന് പറഞ്ഞുകൊണ്ട് ശാഫഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് തുഹ്ഫയിൽ പറയുകയാണ്, ആരാണ് ഖാതിഉ ത്വരീഖ്? ഹുവ മുസ്ലിമുൻ മുകല്ലഫുൻ, മുസ്ലിമുൻ മുകല്ലഫുൻ ലാ മുഖ്തലിസൂന യതഅറദൂന ലി ആഖിരി ഖാഫിലത്തി യതമിദൂനൽ ഹർബ. സുബ്ഹാനല്ലാഹ്, അത് മുസ്ലിമീങ്ങളെ പറ്റി തന്നെയാണ് പറഞ്ഞത്, ആ മുസ്ലിങ്ങളെ പറ്റിയല്ല. മുകല്ലഫായ മുസ്ലിമായ മനുഷ്യൻ തന്നെ അക്രമത്തിന് മുതിർന്നാൽ, നാട്ടിൽ നാശമുണ്ടാക്കിയാൽ ഇവിടെ ഇസ്ലാമിക കോടതി വിധിക്കേണ്ട ശിക്ഷയാണത്. ആഖിറത്തിൽ കഠിനമായ ശിക്ഷയുമാണ്. അതുകൊണ്ട് എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, ഈമാനുള്ള ചെറുപ്പക്കാരെ, ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു എന്നറിയുന്നത് പണ്ഡിതന്മാർക്കാണ്, ഹദീസ് എന്ത് പഠിപ്പിക്കുന്നു എന്നറിയുന്നത് ഇമാമിങ്ങൾക്കാണ്. ആ ഇമാമുകളുടെ കിതാബുകളിൽ മഹാന്മാരായ ഇമാമുകൾ, 4 മദ്ഹബിന്റെ ഇമാമുകൾ, ആ ഇമാമുകളുടെ കിതാബുകളിൽ വിവരിച്ചതനുസരിച്ചല്ലാതെ പരിശുദ്ധ ഖുർആനിന് ആര് വ്യാഖ്യാനം പറയുന്നുണ്ടോ, ആര് ഖുർആൻ വ്യാഖ്യാനിക്കുന്നുണ്ടോ, ആര് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്തു ധരിക്കുന്നുണ്ടോ, ആര് ചരിത്രം പറയുന്നുണ്ടോ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ അവഗണിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് സ്വയം ഖുർആനും ഹദീസും പറഞ്ഞ ആര് ക്ലാസ് എടുക്കുന്നുണ്ടോ, അവരുടെ ഒരു ക്ലാസും മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കരുത്. അത് മുസ്ലിം ഉമ്മത്തിന് നാശമാണ്, നാട്ടിന് നാശമാണ്, രാജ്യത്തിന് നാശമാണ്, സമാധാനം തകർക്കുന്ന ക്ലാസുകളാണ്. ഇത് മുസ്ലിം ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഞാനിത് വെറുതെ പറയുകയല്ല. ഞാൻ ഈ അടുത്തൊരു ലേഖനം വായിച്ചു. സുബ്ഹാനല്ലാഹ്, മറ്റു വിഷയങ്ങളൊക്കെ നേരത്തെ നമ്മുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ഇത് മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയുള്ള ഒരു ഉത്ബോധനമാണ്. അതുകൊണ്ട് മറ്റുള്ള വിഷയത്തിലൊന്നും കടക്കുന്നില്ല. ഇവിടെ മുസ്ലിങ്ങളിൽ ഒരു നിലക്കും ഭീകരത ഉണ്ടാകാൻ പാടില്ല. കാരണം അതവർക്ക് മതപരമായി കടുത്ത തെറ്റാണ്. മറ്റു ചിലർക്ക് ഉണ്ടാകാൻ പാടില്ല, മറ്റു ചിലർക്ക് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ നാട്ടിന് നാശമാണ്, നാട്ടിന് നാശമാണ്. ചിലർക്ക് ഇവിടെ ഭീകരവാദം ഉണ്ടായേ പറ്റൂ. അതിന് എങ്ങനെയുണ്ട് ഭീകരവാദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ഒരു കൂട്ടരുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒന്ന് പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്തിട്ട്, ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു ചർച്ചിനോ ഒരു പള്ളിക്കോ എന്തിനെങ്കിലും ഒരു അക്രമം ചെയ്തേക്ക്. എന്നാൽ ആ ചർച്ചിന്റെ അനുയായികൾ അല്ലെങ്കിൽ ആ പള്ളിയുടെ അനുയായികൾ കുറച്ചാളുകൾ വിവരമില്ലാത്തവർ ഭീകരവാദികളായി കിട്ടിയാൽ ഇവിടെ ഭീകരവാദികൾ നിലനിൽക്കുമല്ലോ. ചിലർക്കത് ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, അങ്ങനെ വികാരത്തിനടിമപ്പെട്ട് പ്രവർത്തിക്കേണ്ട സമുദായമല്ല നാം. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, വൈകുന്നേരം നന്നായിട്ട് കള്ളും കുടിച്ച് ഓവർലോഡായിട്ട് ഒരാൾ വന്ന് നമ്മളെ വീട്ടിന്റെ അടുത്ത് നമ്മളെ ചീത്ത പറഞ്ഞു, കുറേ ദിവസം ചീത്ത പറഞ്ഞു. ഇതെത്രയും കുറെയൊക്കെ അവനോട് പറഞ്ഞു നോക്കി. അന്നേരം പറഞ്ഞിട്ടൊരു കാര്യമില്ല, പിറ്റേന്ന് നേരം വെളുത്തിട്ടും പറഞ്ഞു നോക്കി. നിൽക്കുന്നില്ല. ഇനി ഇതിനെ നേരിടാൻ ഒറ്റ വയ്യുള്ളൂ. എന്താ, ഒരു ദിവസം കുറച്ച് എന്നിട്ട് വൈകുന്നേരം ഞാൻ പോയി പറയാ, ഇങ്ങനെ